നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം 2025 ഡിസംബർ 28 മുതൽ 2026 ജനുവരി 3 വരെയുള്ള ആഴ്ച നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത്. അതായത് വാരഫലം. ഈ ആഴ്ചയിലെ വാരഫലമാണ് ഞാൻ പറയുന്നത്. 2025 ഡിസംബർ 28 മുതൽ 2026 ജനുവരി 3 വരെയുള്ള ഫലം. അപ്പൊ ഈ സമയത്ത് ഗ്രഹങ്ങൾ, പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ, അതായത് വേഴം, ശനി, രാഹു, കേതു, ഇവരൊക്കെ ഏത് രാശിയിലാണ് നിൽക്കുന്നതെന്ന് നോക്കിയിട്ടാണ് ഫലം പറയുന്നത്. വേഴം ഇപ്പോൾ മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. അത് വക്രഗതിയിലാണ് നിൽക്കുന്നത്. വേഴം ഇപ്പോൾ വക്രഗതിയിൽ മിഥുനൻ രാശിയിൽ നിൽക്കുകയാണ്. അതേപോലെ തന്നെ ശനി മീനൻ രാശിയിലാണ് ശനി നിൽക്കുന്നത്. രാഹു നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ്. കേതു നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലും. അങ്ങനെ ഈ 4 പ്രധാനപ്പെട്ട ഗോചര ഫലം തരുന്ന 4 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശികളാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഫലമായി ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ആഴ്ച നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ നക്ഷത്രഫലം, ഈ ആഴ്ച ഫലം ഓരോരുത്തർക്കും അവരുടെ ജന്മ സമയവും കൂടി ഒത്തു നോക്കിയാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. ഇതൊരു സാമാന്യമായ പൊതുഫലമാണ് പറയുന്നത്. മേടക്കൂറിൽ എന്റെ ഫലാദ്യം പറയാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അശ്വതി, ഭരണി, കാർത്തിക, കാലി. ഇത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് പുതുവർഷം ആരംഭിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് ഈ ആഴ്ച പൊതുവെ ഈ വാരഫലത്തിൽ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ച 2026 പുതുവർഷ ആഴ്ച ആരംഭിക്കുന്ന സമയമാണ്. അപ്പൊ മേടം രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക, കാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് 9 നിൽക്കുന്ന സമയമാണ്. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനവും കൂടിയാണ്. അപ്പൊ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. 9 നിൽക്കുകയല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ജോലിയിൽ പുതിയ പദവികൾ കിട്ടാൻ ഇവർക്ക് സാധ്യതയുണ്ട്. അധികാരികളിൽ നിന്നും ആശംസകളും പ്രശംസകളും ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. മേലാധികാരികളിൽ നിന്നും നല്ല വാക്ക് കേൾക്കാനും ഇവർക്ക് സാധ്യത വരുന്ന ഒരു ആഴ്ചയാണ്. പ്രതീക്ഷിക്കാതെ ചെലവ് കടന്നു വരുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. പ്രതീക്ഷിക്കാതെ തന്നെ ചെലവ് വരും. എന്നാൽ ഇവരെ സംബന്ധിച്ച് വരുമാനത്തെ ഒരു കുറവും അത് കാരണം വരികയില്ല. ചെലവ് കൂടുമെങ്കിലും വരുമാനത്തിൽ കുറവൊന്നും വരികയില്ല. വരുമാനം അതേപോലെ തന്നെ വരുന്ന ഒരാഴ്ചയാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമാവുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. പിതാവിൽ നിന്നും പിതൃസ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള അവസരങ്ങളും ആ പിതാവിൽ നിന്നും സഹായങ്ങൾ കിട്ടാവുന്ന സമയവും ഈ സമയം നല്ലതാണ്. ഈ ആഴ്ച ഇടവൻ രാശി. ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെ ഏതൊക്കെയാണ്? കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം വരെ. കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം വരെ ഇത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് സൂര്യൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ അത്ര ഗുണാനുഭവങ്ങളൊന്നും തരില്ല. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചില അപകട സൂചനകളും ഈ സൂര്യൻ തരും. ജോലിയിൽ ഉത്തരവാദിത്തം കൂടുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച്. സഹപ്രവർത്തകരുമായി തർക്കം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർ ഈ ആഴ്ച പണം കൊടുക്കുകയോ അല്ലെങ്കിൽ ജാമ്യം നിൽക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച വരുമാനം വർദ്ധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ്. ഇവരെ സംബന്ധിച്ച് വരുമാനം ഉണ്ടാകും. കാരണം എന്താണെന്നറിയോ? എടവൻ രാശിയിലെ നക്ഷത്രങ്ങളാണിത്. അപ്പൊ എടവൻ രാശിയുടെ 2 എന്ന് പറഞ്ഞാൽ 2 മിഥുനക്കൂറാണ്. 2 എന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ്.
ആ ധനസ്ഥാനത്താണ് ധനകാരകനായ വേഴം നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് നല്ല സാമ്പത്തികമായ വരുമാനം കിട്ടാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. അപ്പൊ വരുമാന വർധന ഉണ്ടാകുന്ന സമയമാണ്. അതുവഴി കുടുംബത്തിലും സന്തോഷപൂർവമായ കാര്യങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. മിഥുനൻ രാശി. മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരമര, തിരുവാതിര, പുണർദം, മുക്കാലി. ഇത് മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് വേണം ജന്മത്തിൽ വക്രഗതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇവർക്ക് കാര്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയവും കൂടിയാണ്. അതുകൂടാതെ 7-ൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് പെട്ടെന്ന് കോപം വരാൻ സാധ്യതയുണ്ട്. 7-ൽ ചൊവ്വ പെട്ടെന്ന് ദേഷ്യം വരുത്തും, കോപം വരുത്തും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഈ ആഴ്ചയിൽ ഇവർക്ക് വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായി തർക്കം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം 7-ലെ ചൊവ്വ ജീവിത പങ്കാളിയുമായി തർക്കമുണ്ടാക്കും. അതുകൂടാതെ ശുക്രൻ 7-ൽ നിൽപ്പുണ്ട്. 7-ലെ ശുക്രനെ കൊണ്ട് ഇവർക്ക് ആഡംബര കാര്യങ്ങളിൽ പണം ചെലവാക്കാനുള്ള അവസരം വന്നു ചേരും. ആഡംബര കാര്യങ്ങൾക്കായി ഇവർ ഈ ആഴ്ച പണം ചെലവാക്കി എന്നും വരും. പുതിയ ബിസിനസ് കരാറിൽ ഒപ്പിടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഈ ആഴ്ച എന്തെങ്കിലും കരാറിൽ ഒപ്പിടുമ്പോഴോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉണർദം, കാലി, പൂയം, ആയില്യം. ഇതാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ശത്രുജയം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. ശത്രുജയം മാത്രമല്ല, കാര്യ വിജയങ്ങളും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. മത്സര സംബന്ധമായ കാര്യങ്ങളിൽ ഇവർ വിജയിക്കുന്നതാണ്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ശത്രുക്കളെ പരാജയപ്പെടുത്താനും ഇവർക്ക് കഴിയുന്ന ഒരു ആഴ്ചയാണ്. പഴയ കടങ്ങൾ കൊടുത്തു തീർക്കാൻ ഇവർ ശ്രമിക്കുന്നതാണ്. സാമ്പത്തികമായി സ്ഥിരതയുള്ള ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അകൽച്ച മാറുന്ന ഒരു സമയമാണ്. ഏതെങ്കിലും വിധത്തിൽ ബന്ധുക്കളുമായി അകന്നു നിൽക്കുന്നവരുണ്ടെങ്കിൽ ആ അകൽച്ച മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ഈ കർക്കിടകക്കൂറിൽ വരുന്ന പുണർദം, കാലി, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാലി. ഇതാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ബുദ്ധിപരമായി നേട്ടങ്ങൾ ഇവർ ഈ ആഴ്ചയിൽ ഉണ്ടാക്കും. ഇവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഈ ആഴ്ച ഇവർ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആഴ്ചയാണ്. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു ആഴ്ച കൂടിയാണിത്. ഷെയർ മാർക്കറ്റുകളിൽ പണം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുകളിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സന്താനങ്ങൾക്കായി പണം ചെലവഴിക്കാൻ ഈ ആഴ്ച അവസരങ്ങൾ വരും. സന്താനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും ഈ ആഴ്ച. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന കാര്യത്തിൽ മന്ദത വരാനും അലസത വരാനും സാധ്യത കാണുന്നുണ്ട്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാലി, അത്തം, ചിത്തിര, അര. ഇതാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് ഗ്രഹസുഖം കിട്ടുന്ന ഒരാഴ്ചയാണ്. വീട്ടിൽ സുഖമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരാഴ്ചയാണ്. സമാധാനവും ഐശ്വര്യവും കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച. പുതിയ വീട് വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം വരുന്നതാണ്. അല്ലെങ്കിൽ പുതിയ വീട് വെക്കാനോ പുതിയ ഗ്രഹാരംഭ പ്രവർത്തനം തുടങ്ങാനോ ഒക്കെ ഈ ആഴ്ച അതിന് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. നിലവിലുള്ള വീട് അറ്റകുറ്റപ്പണി നടത്താൻ, അതേപോലെ തന്നെ റിപ്പയർ പണിയോ അറ്റകുറ്റപ്പണിയോ ഒക്കെ നടത്താനുള്ള അവസരവും ഈ ആഴ്ച അതിനുവേണ്ടി വരുന്നതാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ് ഇവർ. കൃഷി കാര്യങ്ങളിൽ നിന്നും ഇവർക്ക് ഈ ആഴ്ച ലാഭം കൂടുതൽ കിട്ടുന്ന ആഴ്ചയാണ്. മാതൃസ്വത്ത് കിട്ടാനും ഇവർക്ക് ഇടയുണ്ട്. മാതൃജനങ്ങളിൽ നിന്നും
അമ്മ വഴിയുള്ള ബന്ധുജനങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് സഹായങ്ങൾ കിട്ടാനും സമ്പത്ത് കിട്ടാനും സാധ്യതയുണ്ട്. എന്നാൽ ഉദരരോഗം ഉണ്ടാകാനും ഇടയുണ്ട് ഈ ആഴ്ചയിൽ. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം, മുക്കാലാണ്. ഈ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്നത്. ധൈര്യവും ഉത്സാഹവും വർദ്ധിക്കുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. ഈ ചിത്തിര, ചോതി, വിശാഖം, മുക്കാല് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് ദൂരയാത്ര കൊണ്ട് നേട്ടമുണ്ടാകുന്ന ഒരാഴ്ചയാണ്. ദൂരയാത്ര ചിലപ്പോൾ പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വന്ന ആ യാത്ര കൊണ്ട് ഗുണമുണ്ടാകുകയും ചെയ്യും. സ്വന്തമായി പുതിയ സംരംഭം തുടങ്ങാനായിട്ടും ഈ ആഴ്ച അവസരങ്ങൾ വരുന്നതാണ്. സഹോദരന്മാരിൽ നിന്നും സാമ്പത്തികമായ നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വേഴം 9 നിൽക്കുന്നതിനാൽ ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടി വരുന്നതാണ്. 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. ആ ഭാഗ്യസ്ഥാനത്താണ് സർവേശ്വര ഗ്രഹം, സന്താനഗ്രഹം, അതേപോലെ തന്നെ ഈ ധനകാരകനായ ഗ്രഹം വേഴം. ഈ വേഴം 9 നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ, ഭാഗ്യസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. അപ്പൊ ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന സമയമാണ്. ഭാഗ്യക്കുറി പോലെയുള്ള കാര്യങ്ങൾ അവസരം, ഭാഗ്യക്കുറി അടിക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. കാര്യം ഭാഗ്യസ്ഥാനത്താണ് ധനകാരൻ നിൽക്കുന്നത്. അപ്പൊ ഭാഗ്യക്കുറി എടുക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത്, ഈ ആഴ്ചയിൽ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ജനസമ്മതി കിട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. ബാങ്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ആഴ്ച ഗുണകരമാണ്. അതേപോലെ തന്നെ അധ്യാപന ജോലി ചെയ്യുന്നവർക്ക്, അതായത് അധ്യാപകന്മാർക്ക് ഇവർക്കും ഗുണകരമായ ഒരാഴ്ചയാണ് ഈ ആഴ്ച. വിരുന്നുകാരെ സ്വീകരിക്കാനായിട്ട് ഇടവരുന്നതാണ് ഈ ആഴ്ചയിൽ. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുവാനും ഇടയുണ്ട്. പ്രതീക്ഷിച്ച വരുമാനം ഇവർക്ക് ഈ ആഴ്ച കിട്ടിയെന്നും വരില്ല. സന്താനങ്ങളുമായി സഹകരണം കുറയുന്ന ഒരാഴ്ചയാണ്. സന്താനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു സഹായവും ഇവർക്ക് ഈ ആഴ്ച കിട്ടിയില്ല എന്ന് വരും. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, കാലാണ്. സൂര്യൻ ഇവരുടെ രാശിയിൽ നിൽക്കുന്ന സമയമാണ്. ഇപ്പൊ ധനുർമാസത്തിലല്ലേ, ധനുക്കൂറിലല്ലേ, ധനു രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പൊ സൂര്യൻ ജന്മത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നേതൃസ്ഥാനങ്ങൾ കിട്ടാനിടയുണ്ട്. ഇവരെ സംബന്ധിച്ച് നേതൃത്വപരമായ ചില സ്ഥാനങ്ങൾ ഇവർക്ക് കിട്ടാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. ഇവര് എന്തെങ്കിലും സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടാൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ സംബന്ധമായി നല്ല അനുകൂല സ്ഥിതി ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. തലവേദന, കണ്ണിനസുഖം എന്നിവയും ഇവർക്ക് ഉണ്ടാകാവുന്നതാണ് ഈ ആഴ്ച. വരുമാനം കൂടുകയും ദാമ്പത്യം സുഖകരമാവുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ച് വരുമാനം കൂടും, ദാമ്പത്യവും മറ്റു കാര്യങ്ങളൊക്കെ സുഖകരമായി മുന്നോട്ട് പോകും. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാലി, തിരുവോണം, അവിട്ടം, അര ഈ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്നത്. സൂര്യൻ 12 ചെലവിന്റെ സ്ഥാനത്താണ് ഇവർക്ക് നിൽക്കുന്നത്. ജോലിയിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദൂരസ്ഥലത്തേക്ക് വിദേശയാത്രക്ക് അനുകൂലമായ ഒരു സമയവും കൂടിയാണ്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി
ഇതാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. സാമ്പത്തിക നേട്ടങ്ങൾ ഇവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. മൂത്ത സഹോദരന്മാരിൽ നിന്നും നല്ല സഹോദര ഗുണം കിട്ടുന്ന സമയമാണ്. ബിസിനസ് സംബന്ധമായ കാര്യത്തിൽ അത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയും. കിട്ടാനുള്ള പണം കിട്ടാനും സാധ്യതയുണ്ട്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശ പഠനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി കാലി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത്. ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് പുതിയതായിട്ട് ജോലി കിട്ടാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികപരമായിട്ട് ഗുണങ്ങൾ കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവർക്ക്. കുടുംബസുഖം കിട്ടുന്ന ആഴ്ചയാണ്. കാര്യവിജയങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവർക്ക്. സാമൂഹ്യപരമായി ഉയർന്ന പദവി കിട്ടുന്ന ആഴ്ചയാണ്. ജോലി തിരക്കുണ്ടാകാൻ ഇടയുണ്ട് ഇവരെ സംബന്ധിച്ച്. അതുകൂടാതെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഇവർക്ക് അവസരം വരുന്നതാണ്. ഈ മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള 12 രാശികളിൽ വരുന്ന 12 കൂറുകളിൽ വരുന്ന നക്ഷത്രങ്ങളുടെ സാമാന്യമായ ഒരു ഫലം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇത് എല്ലാവരെ സംബന്ധിച്ചും ഈ സാമാന്യ ഫലം ശരിയാകണമെന്നുമില്ല. ഓരോരുത്തരും അവരുടെ ജാതക പരിശോധന നടത്തി ഇപ്പൊ എന്താണ് സമയവും കൂടി നോക്കിയിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. കേട്ടോ? ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.